നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം. നമ്മൾ മഹാഭാരതവുമായി ബന്ധപ്പെടുത്തി ഭഗവത്ഗീതയുടെ വിവിധ വശങ്ങൾ ആണ് ചർച്ച ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് എപ്പിസോഡ് കൂടി അങ്ങനെ പോകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ആസുര സമ്പത്തിനെ കുറിച്ചാണ്. അസുരയല്ല, ആസുരമായിട്ടുള്ള സമ്പത്ത് പലതരത്തിലുണ്ട്. നമുക്ക് ആരോഗ്യം നമ്മളൊരു സമ്പത്താണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാറുണ്ട്. ആരോഗ്യ സമ്പത്താണ്. നമ്മളുടെ ചിലർക്കാണെങ്കിൽ പ്രസംഗകല അവരുടെ സമ്പത്താണ്, ചിലർക്ക് ഭാഷാ പ്രാവീണ്യം അവരുടെ സമ്പത്താണ്, ചിലർക്ക് എഴുത്ത് അവരുടെ സമ്പത്താണ്, ചിലർക്ക് സൗന്ദര്യം അവരുടെ സമ്പത്താണ്, ചിലർക്ക് കായിക ബലം അവരുടെ സമ്പത്താണ്, ചിലർക്ക് പണം അവരുടെ സമ്പത്താണ്, അങ്ങനെ ചിലർക്ക് പരമ്പരാഗതമായി സ്വത്ത് കിട്ടുന്ന അവരുടെ സമ്പത്താണ്. ഇങ്ങനെ ചിലർക്ക് സാമൂഹ്യ അംഗീകാരം അവരുടെ സമ്പത്താണ്, ചിലർക്ക് അധികാരം അവരുടെ സമ്പത്താണ്. ഇങ്ങനെ സമ്പത്ത് പലതരത്തിൽ മനുഷ്യനുണ്ട്. അല്ലാതെ അത് വെറും പണം മാത്രമല്ല. ഇവിടെ വളരെ കൃത്യമായി ദർഭോഭിമാനസ്വ ക്രോധ പാരുഷ്യമേവജ അജ്ഞാനം ചാഫി ജാതസ്യ പാർത്ഥ സമ്പദ മാസുരി ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ സൂരിമത മാസുജ സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ. ഇങ്ങനെ 8 വരിയുള്ള 2 ശ്ലോകത്തിലൂടെ പാർത്ഥനോട് വീണ്ടും ഭഗവാൻ സംസാരിക്കുന്നു. അല്ലയോ പാർത്ഥ, തനിക്കില്ലാത്ത ഗുണങ്ങളുണ്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്ത സമ്പത്ത് ഉണ്ടെന്ന് നടിച്ചു വയ്ക്കുക. ആരോഗ്യം ഇല്ലെങ്കിലും ആരോഗ്യമുണ്ടെന്ന് കൃത്രിമമായി, ഒരു കോൺഫിഡൻസിൻ്റെ ലെവലിൽ ആരോഗ്യമുണ്ടെന്ന് പറയുന്നത് മാനസികമായി നല്ലതാണ്. അല്ലാതെ സത്യത്തെ മറച്ചു വയ്ക്കുന്നത്, യൗവനം, സമ്പത്ത് എന്നിവയിൽ അഭിമാനം വെച്ച് പുലർത്തുക, ഇല്ലാത്ത കാര്യങ്ങളിൽ തന്നേക്കാൾ യോഗ്യതയുള്ളവൻ ആരുമില്ലെന്ന ദുരഭിമാനം പേര് നടത്താനാണ് ഐ ആം റൈറ്റ്, ഐ ആം സ്റ്റേറ്റ്. നമ്മൾ ചില ആളുകളെയൊക്കെ, വലിയ ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. ഞാനാണ് സ്റ്റേറ്റ്, ഐ ആം റൈറ്റ്, ഞാൻ പറയുന്നതാണ് ശരി, വേറെ എനിക്ക് ശേഷം പ്രളയമാണ്, മറ്റൊന്നുമില്ല എന്ന് പറയുന്നത്. ക്രോധം, പരുഷമായ പെരുമാറ്റം, അവിവേകം എന്നീ ദുർഗുണങ്ങൾ വെച്ച് പുലർത്തുക എന്നിവയെല്ലാമാണ് ആസുരഭാവക്കാരുടെ മുഖ്യ ലക്ഷണങ്ങൾ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പാർത്ഥനോട് അർജുനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് പഠിക്കണം. എന്തുകൊണ്ട് ഭാഗവത പിന്നെ നമുക്ക് ഈ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. ആസുര ഗുണങ്ങൾ ബന്ധനത്തിന് കാരണമായി തീരും. പാണ്ഡുപുത്രനായ ഹേ അർജുന, നീ ദൈവീയ ഗുണങ്ങളോടുകൂടി പിറന്നവനാകിയാൽ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നിലൊരു ദൈവികത്വം ഉള്ളതുകൊണ്ട്, ഒരു ദേവഗുണം ഉള്ളതുകൊണ്ട് നീ അസുരൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളല്ല, നീ ദുഃഖിക്കേണ്ട എന്നും ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. മനുഷ്യന് സുഖവും ദുഃഖവും സന്തോഷവും സമാധാനവും എല്ലാം പ്രദാനം ചെയ്യുന്ന ദൈവിക ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയാൻ ശ്രമിച്ചതിന് ശേഷം അശാന്തിയും ദുഃഖവും ബന്ധനവും ഉണ്ടാക്കി തീർക്കുന്ന ദുർഗുണങ്ങൾ ഏതെല്ലാമാണ് എന്നും ഭഗവാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വളർത്തിയെടുക്കുക എന്നുള്ളത്, നമ്മുടെ ദുർഗുണങ്ങളെ കളഞ്ഞ് സദ്ഗുണങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും ജന്മത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മം കൊണ്ടുള്ള സാഫല്യം. അതായത് ദേവഗുണങ്ങളെ, ദേവഗണങ്ങളെന്നല്ല, ദേവഗുണങ്ങളെ, ദേവത്വത്തെ വളർത്തിയെടുക്കുകയും അസുര ഗുണങ്ങളെ, അസുരത്വത്തെ, ആസുര സാമ്പത്തിക ചിന്തകളെ ഒക്കെ കളയണം എന്നാണ് പറയുന്നത്. അതായത് പിന്നെ വേദാന്തത്തിൽ ഷഡ്വൈരികളെന്ന് പറയുന്ന മനുഷ്യൻ്റെ നിത്യശത്രുക്കളായി കരുതപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവയൊക്കെ വളരെ കൃത്യമായി എടുത്ത് കളയണം ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന്. ആസുര ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് നമ്മൾ തന്നിലില്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് ഭാവിക്കുകയും ഉള്ള ഗുണങ്ങളെ കാണാതിരിക്കുകയും, അങ്ങനെയുണ്ടല്ലോ, നമുക്കുള്ള കഴിവിനെ വളർത്താതിരിക്കുകയും ഇല്ലാത്തതുണ്ട് എന്ന് മേനി നടിക്കുകയും ചെയ്യുന്നത് തികച്ചും സുഖകരമായൊരു കാര്യമല്ല, കൊള്ളരുതാത്തതാണെന്ന കാര്യമാണ്. അവർ നല്ലവരായിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തങ്ങളിൽ കുളിക്കുന്ന ദുർഗുണങ്ങളെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനോ കഴിയാത്തവരാണ്. ഒരുപാട് ഇച്ഛാഭംഗവും വല്ല മോഹഭംഗവും ഒക്കെ സംഭവിക്കുന്നത്. അവർക്ക് വിജയം ഒരിക്കലും അവരെ കൂടെ ഉണ്ടാകില്ല എന്നാണ് വീണ്ടും പറഞ്ഞു വെക്കുന്നത്. ഭൗതികമായിട്ടുള്ള സമ്പത്തുകളിലുള്ള അമിതമായ അഭിമാനവും, എനിക്ക് വലിയ പണമുണ്ട്, ഞാൻ സമ്പത്തുള്ളവനാണ്, പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ അഭിമാനവും, ചിലപ്പോൾ ദുരഭിമാനവും, അതും വളരെ പ്രശ്നമാണ്. അഭിമാനത്തോടൊപ്പം ദുരഭിമാനമുണ്ട്. മറ്റുള്ളവരുടെ ഒരു പരമപുച്ഛവും ആയിട്ടുള്ള ജീവിതമൊക്കെ നയിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്.
അത് സ്വാഭാവികമായി കാണുന്ന സദ്ഗുണങ്ങളെപ്പോലും തിന്മകളായി അതിൻ്റെ പരിണത ഫലമായി തിന്മകളെപ്പോലും നമുക്കുണ്ടാകുന്ന സ്വാഭാവിക നന്മകളെപ്പോലും ഈ പറയുന്ന തിന്മകൾ കയറി ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന പാല് കെട്ടുപോവുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും. അല്ലെങ്കിൽ നല്ല പാത്രത്തിൽ എത്ര നല്ല വെള്ളമായാലും അത് നല്ല പാത്രത്തിൽ വച്ചാൽ മാത്രമേ വെള്ളം പരിശുദ്ധമായിരിക്കുകയുള്ളൂ. വെള്ളം ശുദ്ധമായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കുന്ന പാത്രവും വളരെ പ്രധാനമാണ്, സാഹചര്യം പ്രധാനമാണ് എന്നും പറയുന്നു. ഗുണസമ്പന്നമായ വ്യക്തി ഒരിക്കലും ദുരഭിമാനിയായിരിക്കാൻ കഴിയുകയില്ല, ആയിരിക്കുകയുമില്ല. വിനയശീലവും സ്നേഹസമ്പന്നവും സേവന തൽപരതയും എന്തൊക്കെയാണ് പറയൂ, എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. വിനയം ഉണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, സേവന സന്നദ്ധത ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉള്ള ആളാണ്. ആകാശത്തിൽ പാർന്നടക്കുന്ന മേഘശാലങ്ങൾ ചിലപ്പോൾ സൂര്യപ്രകാശത്തെ മറച്ചു കളയുന്നത് പോലെ ദമ്പം, ദർപ്പം, ദുരഭിമാനം തൊട്ടുള്ള ദുർഗുണങ്ങൾ മനുഷ്യനിലെ പല നന്മകളെയും മറച്ചു വയ്ക്കാനും അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനും ചില സാഹചര്യത്തിൽ കഴിയും. അത് നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത്. ക്രോധം നിമിത്തം മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും. മനുഷ്യബന്ധങ്ങളുണ്ടാകുന്ന തകർച്ച, ഇതൊക്കെ വളരെ വലുതാണ്. ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഗീതാഭാഷാക്കാരൻ നമ്മളോട് പറയുന്നത്. സകല ചരാചരങ്ങളും അന്ത്യരാമിയായി വർത്തിക്കുന്ന ഈശ്വര ചൈതന്യത്തെ, അതായത് നശിച്ചു പോകാത്ത ചൈതന്യത്തെ, എല്ലായിടത്തുമുള്ള ആ ഒരു പ്രകാശത്തെ, ഉണ്മയെ, ആ സത്വത്തെ നമ്മൾക്ക് കണ്ടറിയാൻ കഴിഞ്ഞാൽ, ആ ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. നമുക്ക് ഈ ക്രോധത്തെയും ഈ മോഹത്തെയും മോഹഭംഗത്തെയും ഒക്കെ നമുക്ക് നിവർത്തിക്കുവാനായിട്ടും നിരാകരിക്കുവാനായിട്ടും നിയന്ത്രിക്കുവാനുമൊക്കെ ഈ പറയുന്ന പ്രകാശം കിട്ടുന്നത് കൊണ്ട് കഴിയും. ഒഴുക്കില്ലാത്ത ജലാശയത്തിൽ ഒരു കാരണവശാലും ശുദ്ധജലം വരികയില്ല, വരുന്ന ജലം കൂടി അശുദ്ധമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഴുക്കുണ്ടാവുകയും കൃത്രിമ ജീവികളുണ്ടാവുകയും അത് കെട്ടിക്കിടക്കുമ്പോൾ കൂടുതൽ ദുർഗന്ധമുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒഴുകുന്ന ജലമാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്ന പോലെ ഒഴുകുന്ന ജലത്തിലാണ് എല്ലാ കൃത്രിമമായിട്ടുള്ള വസ്തുക്കളുമെല്ലാം ഒഴുകി അത് കടലിലേക്ക് പോയി പിന്നെ അത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച് അത് വേറെ രൂപത്തിലേക്കൊക്കെ മാറി നമ്മൾ ശുദ്ധമാവുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ആസുരഭാവങ്ങളെ, ആസുര സ്വഭാവങ്ങളെ, ആസുര സമ്പത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന, കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെ ആക്കാതെ ഒഴുകുന്ന നദി പോലെ, പുഴ പോലെ, ആറ് പോലെ ഒക്കെ ആക്കുന്ന, ജലാശയമാക്കുന്ന രീതിയിലുള്ള ചിന്താ പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ചിന്തയുടെ ഭാഗമാണ്. അപ്പോൾ അതാണ് അർജുനനോട് കൃഷ്ണൻ വീണ്ടും പറയുന്നത്. ആവശ്യമായ വെള്ളവും വളവുമെല്ലാം ലഭിച്ചാൽ മാത്രമേ ചെടി വളരുകയുള്ളൂ. പക്ഷേ കളകൾ കൂടി വളർന്നാൽ എങ്ങനെയിരിക്കും? ചെടി വളരുന്നത് നല്ലതാണ്, അതിനോടൊപ്പം കളകൾ കൂടി വളർന്നാൽ എങ്ങനെയിരിക്കും? ശുശ്രൂഷയും കുറയുമ്പോഴാണ് കളകൾ വളരുന്നത്. അപ്പോൾ നല്ല പാടമുണ്ട്, നന്നായിട്ട് കൃഷി ചെയ്തിരിക്കുന്നു, നല്ല വെള്ളവും വളവും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കളകളാണ് കൂടുതലുണ്ടായാൽ അത് കൃത്യമായി പരിരക്ഷിച്ചില്ലെങ്കിൽ, അത് ശുശ്രൂഷിച്ചില്ലെങ്കിൽ കളകളായിരിക്കും അവസാനം യഥാർത്ഥ ചെടികളെ, വിളവിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലെ ആസുര ഗുണങ്ങളും ദൈവിക ഗുണങ്ങളും ദേവഗുണങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അത് ഏതിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുക എന്നതനുസരിച്ചാണ് നമുക്ക് ഇതെല്ലാം വരുന്നത്. ഓരോ മനുഷ്യനും ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ദൈവിക ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സദ്ഗുണങ്ങൾ ഉഷസന്ധ്യയെപ്പോലെ എല്ലാറ്റിനെയും ഉണർത്തുകയും കർമ്മോന്മുഖമാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനെ എല്ലാ മണ്ഡലങ്ങളിലും സമ്പന്നമാക്കുകയും ശാന്തി സമാധാനമൊക്കെ തരുമെന്ന് പറയുമ്പോഴും അത് കാണാതിരുന്നാൽ, അതിനെ വികസിപ്പിക്കാതിരുന്നാൽ, പരിപോഷിപ്പിക്കാതിരുന്നാൽ, അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ, നന്മകളെ വളർത്താതിരുന്നാൽ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ തീർച്ചയായിട്ടും അവിടെ തിന്മയായിരിക്കും വളരുക. അത് ഭീകരത സൃഷ്ടിക്കുകയും കരിയും പുകയുമെല്ലാം പടർത്തുന്ന ചെയ്യും. നമുക്ക് സന്ധ്യ വന്നു കഴിഞ്ഞാൽ പ്രകൃതി മുഴുവൻ ഇരുട്ട് മൂടിക്കളയുന്ന പോലെ ആശ്രയ ഗുണങ്ങൾ മനുഷ്യനെ ദുഃഖത്തിലേക്കും ബന്ധനത്തിലേക്കും തള്ളിവിടാനുള്ള സാധ്യതയുമുണ്ട്. ഇരുട്ടിൽ നിന്ന് മനുഷ്യൻ വെളിച്ചം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വെളിച്ചം ആഗ്രഹിക്കുമ്പോൾ ആരും ഇരുട്ടിനെ അന്വേഷിക്കാറുമില്ല. ഒരു മനുഷ്യനും ഇരുട്ടിനെ അന്വേഷിക്കാറില്ല, ഇഷ്ടപ്പെടാറുമില്ല. എല്ലാവരും വെളിച്ചം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൻ്റെ പിടിയിലും ബന്ധനത്തിലും പെടാതെ മനസ്സിൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും എല്ലാം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യധർമ്മമാണ് എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മമെന്ന് പറയുന്നത് തന്നെ പ്രകാശം തേടലാണ്, സത്യത്തെ അറിയലാണ്, നന്മയോട് ജീവിക്കലാണ്. എളുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പരാവാരത്തിൽപ്പെട്ട് സകല തിന്മകളിലും പെട്ട് സകല ദുഷിച്ച അവസ്ഥകളിലും മനുഷ്യൻ കടന്നുകൂടി എല്ലാം അവനെ സ്വാധീനിച്ച് അവളെ സ്വാധീനിച്ച് വലിയ പ്രയാസമാണ്.
ഇതിൽ നിന്ന് മാറും. അല്ലെങ്കിൽ വളരെ കുഞ്ഞുനാൾ മുതൽ അങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷവും ഒരു സാമൂഹ്യ അന്തരീക്ഷവും ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷവും ഒക്കെ കിട്ടി ആ രീതിയിൽ വളരെ കൃത്യമായി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അപ്പോൾ അവർ നല്ല പൗരന്മാരായി മാറും. അല്ലാത്ത ഈ സംഘർഷഭരിതമായ കെട്ടകാലത്ത് ജീവിക്കുന്ന മനുഷ്യർ എല്ലാ തിന്മകളും പേറുന്ന മനുഷ്യരായിട്ടാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നതിന് അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്നതിനുള്ള ഒരർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നീ ദൈവീയ ഗുണങ്ങളോടുകൂടി ജനിച്ചനാവുകയാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ അങ്ങനെ ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വളർത്തുകയും വേണം എന്നുള്ളൊരു അർത്ഥം പറയുന്നത്. അർജുനെ ആശ്വസിപ്പിക്കുകയും ആശ്രശക്തികളെ വളർത്തിയും നിരാകരിച്ചും നമുക്കും അങ്ങനെ ആശ്വസിക്കുകയും സമാധാനിക്കുകയും ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്നാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഗുണസമ്പന്നമുള്ള ഒരു വ്യക്തി ദുരഭിമാനിയായി പോകാറില്ല. അവർ സദ്ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ, മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള ഏറ്റവും നല്ല ഗുണങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അത് നമ്മൾ ആസുര ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽ പെട്ടു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പെട്ടുപോയാൽ അതിൽ ഇല്ലാത്ത ഗുണങ്ങളുണ്ടെന്ന് നടിച്ചും ഉള്ള ഗുണങ്ങളെ കാണാതെ പോയുമൊക്കെ മനുഷ്യർ തെറ്റായി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇതിനകത്ത് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ അർജുനനോട് തൻ്റെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന അർജുനനോട് പറയുകയും ബോധ്യം വരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ രസകരമായ കാര്യങ്ങളാണ്. ആസുരീ സമ്പന്നരുടെ മാനസ വിഭ്രാന്തികളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, കാലം തെറ്റി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകാത്ത രീതിയിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലെ ആസുര ഗുണവും നമ്മുടെ ആസുര സമ്പത്തുമൊക്കെ വർദ്ധിക്കുകയും അത് നമുക്ക് ദോഷകരമായി വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കെന്താണ് വ്യക്തിപരമായ ഗുണമുണ്ടാകുന്നത്, വ്യക്തിപരമായ ഗുണത്തോടൊപ്പം നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്, നാടിന്, പ്രദേശത്തിന്, ദേശത്തിന്, രാജ്യത്തിന്, ലോകത്തിനൊക്കെ എങ്ങനെ നന്മയുണ്ടാകും എന്നുള്ള ചിന്തയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായി ഇത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് വീണ്ടും തുടർ അധ്യായങ്ങളിലും പറയുന്ന മനുഷ്യജീവിതത്തിൽ തന്നെ പ്രവൃത്തിയെന്നും നിവൃത്തിയെന്നും വിവിധ മാർഗങ്ങളുണ്ടെന്നും സത്കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ഓരോ ഭാഗത്തും പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത തുടർ അധ്യായങ്ങളിൽ, തുടർ എപ്പിസോഡുകളിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗീത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി, ഭഗവത്ഗീത ചെയ്തിരിക്കുന്ന പണി, ഈ അർജുന വിഷാദ യോഗം മുതൽ യുദ്ധത്തിൻ്റെ അവസാനം വരെ യുദ്ധത്തിന് വേണ്ടി അർജുനനെ സജ്ജമാക്കുക എന്നുള്ളതല്ല. ഒരു കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ദുഃഖവും സുഖവും നന്മയും തിന്മയും സന്തോഷവും ആനന്ദവും സങ്കടവും പ്രയാസവും എല്ലാം വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കണം, അതിനെ എങ്ങനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്, പരുവപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അതിനെ ഗുണദോഷ സമ്മിശ്രമായി കിടക്കുന്ന മനസ്സിനെ ഗുണാത്മകമാക്കി മാറ്റുന്നത്, ദോഷരഹിതമാക്കി മാറ്റുന്നത്, ഇതാണ് ഇതിൻ്റെ ചിന്ത. പക്ഷേ അത് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കാമം, ക്രോധം, ലോഭം, മോഹം, സ്ത്രീകളുടെ കാര്യങ്ങൾ, പണത്തിൻ്റെ കാര്യങ്ങൾ, അഴിമതി, അധികാരം എല്ലാത്തിലും ചെന്നുപെടുകയും സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സമൂഹം അവരിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ചൂട് കാലമാണ്, ഈ ചൂട് എൻ്റെ ശരീരത്തെ സ്വാധീനിക്കും. കുറച്ച് തണുപ്പ് കാലം, പെട്ടെന്നൊരു മഴ പെയ്താൽ ആ മഴ എൻ്റെ ശരീരത്തെ സ്വാധീനിക്കും. ഇവിടെയുള്ള ജീവജാലങ്ങൾ എന്നെ സ്വാധീനിക്കും. എല്ലാ കാര്യങ്ങളും, ഞാൻ കഴിക്കുന്ന ആഹാരം എന്നെ സ്വാധീനിക്കും, എൻ്റെ ചിന്തകൾ എന്നെ സ്വാധീനിക്കും. അങ്ങനെ ഞാൻ കഴിക്കുന്ന ആഹാരവും ഇവിടുത്തെ കാലാവസ്ഥയും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് എൻ്റെ ചിന്തകളെ പരിപോഷിപ്പിക്കുന്നത്. അവിടെ നന്മകളും തിന്മകളും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു രീതിയാണുള്ളത്. അതിനെ നന്മകളുടെ ചിന്തകളാക്കി മാറ്റുക എന്നുള്ളതാണ് വളരെ കൃത്യമായി 108 അധ്യായത്തിലൂടെ, ഭാഗങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അത് അർജുന വിഷാദ യോഗത്തിൽ തുടങ്ങി ഓരോ രംഗത്തും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ജന്മമാണ് അറ്റ് എ ടൈം കയ്യിലുള്ളത്. പുനർജന്മത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പക്ഷേ പുനർജന്മം നമുക്കറിയില്ല. എപ്പോൾ തിരിച്ചു വരും, എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് വരിക, ഏത് ദേശത്താണ് വരിക, അതിൻ്റെ ആയുസ് എത്ര, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ വളരെ കൃത്യമായി കിട്ടിയിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ജന്മത്തെ നമുക്കെങ്ങനെ കൂടുതൽ കളർഫുള്ളാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇത് കുഞ്ഞുനാളിലെ നമുക്കിങ്ങനെ ഒരു പരിശീലനം കിട്ടി. ഒരു പക്ഷേ എൻ്റെയൊക്കെ അനുഭവം വെച്ച് തന്നെ പറയാം. കുട്ടിക്കാലത്തെ നമുക്ക് അത്തരത്തിലുള്ള നല്ല മനോഹരമായ അനുഭവങ്ങളൊക്കെ കിട്ടുകയും മനോഹരമായ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കിട്ടിയാൽ നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ കാമവും ക്രോധവും ലോഭവും മോഹവും നമ്മുടെ ദേഷ്യവും അഹങ്കാരവും ഈഗോയും ഒക്കെ മുന്നിട്ട് നിന്ന് മറ്റുള്ളവരെയൊക്കെ പരമപുച്ഛമായി കാണുന്ന ഒരു രീതി നമുക്കെല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് നോക്കൂ, മുതിർന്നവരോട്, വയസ്സായവരോട്, പ്രായമായവരോട്, വീട്ടിലുള്ള അച്ഛനോട് അമ്മയോടൊക്കെ പരമപുച്ഛമായി നിൽക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. തിരിച്ചുമുണ്ട് മക്കളോടൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളണം, നിങ്ങളൊരു അഭിപ്രായം പറയണ്ട എന്ന് പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛത്തോടെ കാണുന്ന, അധികാരത്തിൻ്റെ സ്വഭാവത്തിൽ കാണുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെയൊക്കെയാണ് കൃഷ്ണൻ്റെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് കുരുക്ഷേത്രം. അത് അങ്ങനെ എടുത്താൽ ആത്മീയതയെ നമുക്ക് പല രൂപത്തിലെടുക്കാം. മനുഷ്യ മനസ്സാണ് കുരുക്ഷേത്രം. കൗരവ സൈന്യം എന്ന് പറയുന്നത് അധർമ്മത്തിൻ്റെയും പാണ്ഡവ സൈന്യം ധർമ്മത്തിൻ്റെയും പ്രതീകമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഇത് രണ്ടും വരും. ഒരേ സമയം നമുക്ക് രണ്ടും വരും. അതിൽ അസുര ചിന്തകൾ അല്ലെങ്കിൽ കൗരവ ചിന്തകൾ നമ്മൾ മാറ്റിവെച്ച് ദേവതാ ചിന്തകൾ അല്ലെങ്കിൽ ദേവചിന്തകൾ അല്ലെങ്കിൽ പാണ്ഡവ ചിന്തകൾ നമുക്കെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഇരു കൂട്ടരുടെ സൈനിക ശക്തി നിങ്ങൾ നോക്കൂ. 100, 100 ഉണ്ട് പാണ്ഡവരെന്ന് കൗരവരെന്ന് പറയുന്നത്. ഇപ്പുറത്ത് 5 എണ്ണേ ഉള്ളൂ. അതാണ് എൻ്റെ സ്ഥിതി. സ്വർണം കുറച്ചേ ഉള്ളൂ ഭൂമിയിൽ, രത്നങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് അതിന് മൂല്യം വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പുറത്ത് 5 പേരാണുള്ളത്. അപ്പോൾ ദേവഗണം എന്ന് പറയുന്നത് ഗുണം എന്ന്, ദേവഗണമാകട്ടെ ദേവഗുണവുമാകട്ടെ വളരെ കുറച്ചേ ഉള്ളൂ. അത് അങ്ങനെ ബഹളമുണ്ടാക്കുന്നതല്ല. ആനയും അമ്പാരിയും ബഹളവും അട്ടഹാസവും എല്ലാം ഉണ്ടാക്കുന്നതാണ് കൗരവർ. അത് 101 പേരുണ്ട്, ഒരു വലിയ സംഘമാണ് എന്ന് പറയുന്നത് അധമ ഗുണങ്ങളാണ്, അസുര വിത്തുകളാണ്, അസുര ഗുണങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലും ഈ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ബഹളമുണ്ടാക്കുന്ന അസുര ഗുണങ്ങളും വളരെ സാധുവായി നിൽക്കുന്ന ദേവഗുണങ്ങളും തമ്മിലുള്ള ഫൈറ്റാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം. ഈ ഫൈറ്റിൽ വളരെ സാധുവായിരിക്കുന്ന, നിഷ്കാമകർമ്മിയായിരിക്കുന്ന, വളരെ ലളിതമായിരിക്കുന്ന, വിനയമായിരിക്കുന്ന, സത്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പാണ്ഡവരെ അല്ലെങ്കിൽ ഈ ദേവഗുണത്തെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്രമാകുന്ന മനസ്സാകുന്ന യുദ്ധത്തിൽ ആത്യന്തികമായി ഈ സമാധാനത്തോടു കൂടി നിൽക്കുന്ന പാണ്ഡവർ തന്നെ ജയിക്കും എന്നുള്ളതാണ്. അതാണല്ലോ പറയുന്നത്. അല്പം കഴിഞ്ഞിട്ടാണെങ്കിൽ കള്ളം ഉലകം ചുറ്റി വരുമ്പോൾ സത്യം ചിലപ്പോൾ ചെപ്പ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ സത്യമായിരിക്കും ആത്യന്തികമായി ജയിക്കുന്നത്. മറ്റത് ലോകം ചുറ്റി വരട്ടെ, ലോകത്തിലെ മുഴുവൻ സ്ഥലത്തും പോയി നുണ പറഞ്ഞ് കൊണ്ടുവരുമ്പോഴും ഇവിടെ രക്ഷപ്പെടുന്നത് ഈ സത്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ആസുര സമ്പത്തിനെക്കുറിച്ചുള്ള ഭാഗം നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. ആസുര സമ്പത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കർഹമല്ലാത്ത ഒരുപാട് മേഖലകളിൽ നിന്ന് കിട്ടുന്ന സമ്പത്താണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അത് ഒഴിവാക്കാനുള്ള ഗുണങ്ങൾ മനുഷ്യൻ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗീത ആ ഭാഗത്ത് നമ്മളോട് പറയുന്നത്.